വൈഫോട് വന്നു, മോളോടെ ഉണ്ടായിരുന്നു. എന്ത് പോകുന്നു ചോദിച്ചു. എൻ്റെ വൈഫ് ജോലിക്ക് പോയി. പിന്നെ കാണുന്നത് വൈകിട്ടാണ് വൈഫ് വന്നത്. തിരിച്ച് പിന്നെ അവൾ പോയിട്ട് ഒരു 3-4 മണിക്ക് എന്തോ വന്നപ്പോഴത്തേക്കാണ് കഥയൊക്കെ എല്ലാം അടച്ചിട്ടുണ്ട്. സാധാരണ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. കഥ കൊട്ടിയിട്ട് പിന്നെ ഉണരണില്ല, കഥ ഉറക്കില്ല, അനക്കമില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള പ്രതിഭ എന്ന് പറയുന്ന 11ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആ കുട്ടി ആത്മഹത്യയ്ക്ക് മുമ്പ് വീട്ടുകാരോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, അതാണ് ഏറെ ദുരൂഹമായും ഏറെ സംശയവുമായിട്ട് നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അതായത് ഈ സ്കൂളിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രതിഭ പഠിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതിഭ ഈ അടുത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു സ്കൂളിലാണ്. അതായത് നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ ഒരു വിദ്യാലയത്തിലേക്ക് എത്തിയതിനു ശേഷം ആ കുട്ടിക്ക് സുഹൃത്തുക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടി വിഷാദത്തിലായത് എന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ കുട്ടിയുടെ അമ്മ പ്രതികരിക്കുകയും അല്ലെങ്കിൽ നാട്ടുകാരോടൊക്കെ ആത്മഹത്യയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കുട്ടിക്ക് സുഹൃത്തുക്കളില്ലാത്തത് തന്നെയായിരുന്നു വിഷയം എന്നറിയാൻ വേണ്ടി നമ്മളിന്ന് ഈ ഒരു സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നത് പ്രകാരം കുട്ടിക്ക് സുഹൃത്തുക്കളില്ല എന്ന് പറയുന്നതിൽ അത്രമാത്രം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും, പക്ഷേ കുട്ടിക്ക് എന്തോ ഒരു സങ്കടം അതുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്നാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ നമ്മളോട് പ്രതികരിച്ചത്. അതായത് കുട്ടി 4-ാം തീയതിയാണ് ഈ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം കുട്ടി കുറച്ച് ദിവസം മാത്രമാണ് സ്കൂളിൽ വന്നിരുന്നത്. പിന്നീട് കുട്ടി സ്കൂളിലേക്ക് വരാതിരിക്കുന്നതിൻ്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധ്യാപകർ നിരന്തരമായിട്ട് ഈ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വീട്ടുകാരും ഈ പറയുന്നത് പോലെ സ്കൂൾ അധികൃതരോട് കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ പറയുകയോ, അതായത് കുട്ടിക്ക് ഇങ്ങനെ ഒരു സങ്കടമുണ്ട് എന്ന് പറയുകയോ അതിലൊരു വിശദീകരണം ലഭിക്കാൻ ശ്രമം നടത്തുകയോ ചെയ്തില്ല എന്ന് പറയുന്നു. ഒരു പക്ഷേ അന്ന് അങ്ങനെ ആ അമ്മ അത്തരത്തിലൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുമായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ പ്രിൻസിപ്പൽ നമ്മളോട് പ്രതികരിച്ചത്. അതേസമയം കുട്ടിക്ക് സുഹൃത്തുക്കളില്ല എന്ന് അമ്മ പറയുമ്പോഴും ഇവിടെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുട്ടി വീട് വിട്ട് സ്കൂളിലേക്ക് വരുന്നില്ല എന്നത് മാത്രമാണ്. പക്ഷേ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ക്ലാസ്സിലെ ചില കുട്ടികൾ പ്രതിഭയായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു. പ്രതിഭ ക്ലാസ്സിൽ വരാത്ത സമയത്ത് ക്ലാസ്സിലെ നോട്ട് പോലും അയച്ചു കൊടുക്കുകയും അത് നൽകി സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പ്രതിഭയ്ക്ക് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളില്ലാത്ത സങ്കടത്തിലാണ് പ്രതിഭ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു സംശയം ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. FIR ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നതിന് ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കുട്ടിക്ക് ഒരു സുഹൃത്ത്, ഇതിനു മുമ്പ് മറ്റൊരു സുഹൃത്ത്, പ്രതിഭയുടെ ഒരു ഉറ്റ സുഹൃത്ത് ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടെയാണ് നമ്മൾക്ക് ഈ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ പറയുന്നത് പ്രകാരം പ്രതിഭയുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ആ കുട്ടിയുടെ ആത്മഹത്യ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരമൊരു സങ്കടത്തിലേക്ക് കുട്ടിയെ എത്തിച്ചത് എന്ന് പറയുന്നു. എന്തായാലും പ്രതിഭയുടെ വീട്ടിലെ അവസ്ഥ അതിദയനീയം തന്നെയാണ്. കാരണം പ്രതിഭ എന്ന് പറയുന്ന ഒരൊറ്റ കുട്ടി, ഏക മകളാണ് ആ ഒരു വീടിന് നഷ്ടമായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിലുണ്ടാകുന്ന വിഷാദങ്ങൾ അത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ദിനം പ്രതി ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എന്തിനാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ഇതേപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വന്നപ്പോൾ അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നത്, അമ്മയോട് ഗെയിം കളിക്കാൻ മൊബൈൽ ഫോൺ ചോദിച്ചപ്പോൾ അത് കൊടുക്കാത്തതിൽ മറന്നത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു വിഷയത്തിലാണെങ്കിലും സ്കൂളിൽ കൃത്യമായിട്ട് വരാൻ പോലും തയ്യാറാകാത്ത കുട്ടിക്ക് സുഹൃത്തുക്കളില്ല എന്നുള്ളതായിരുന്നു വിഷാദം എന്ന് പറയുന്നത് നമുക്കൊരു ഞെട്ടലോടെ തന്നെ കാണാൻ സാധിക്കുള്ളൂ. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ഉണ്ടാകുന്നതല്ല. ഒരുപക്ഷെ നിരന്തരമായ ക്ലാസ്സിലേക്കൊക്കെ വന്നിരുന്നെങ്കിൽ കുട്ടിയുടെ ആ പ്രശ്നമൊക്കെ മാറുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടി ഇങ്ങനെയൊരു കാര്യം പറഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് കൃത്യമായി വരാതെ ഇരിക്കുകയും സ്കൂളിലേക്ക് വരാൻ മടി കാണിക്കുകയും ചെയ്തു. കുട്ടി അമ്മയോട് ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അമ്മ, എനിക്ക് പുതിയ സ്കൂളിൽ സുഹൃത്തുക്കളില്ല എന്നുള്ള രീതിയിൽ സങ്കടം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ അമ്മ പ്രതികരിക്കുന്നത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറത്തു വന്നത്. പ്രതിഭ എന്ന് പറയുന്ന വിദ്യാർത്ഥിനി സുഹൃത്തുക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തായാലും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരുമ്പോൾ വ്യക്തമാകുമെന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുന്ന വിവരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത പ്രതിഭയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താണ് കുട്ടിക്ക് ശരിക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ അച്ഛൻ നമ്മുടെ അടുത്ത് സംസാരിക്കുകയാണ്. അച്ഛ, ശരിക്കും എന്തായിരുന്നു പ്രശ്നം, എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? അത് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു, 2 ദിവസം കൊണ്ട് പോയില്ല. അങ്ങനെ നമ്മൾ ടീച്ചറെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പോത്തുണ്ട് നേരെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ജോലിക്ക് കയറും. അങ്ങനെ വൈഫിവിടെ വന്നു, മോളിവിടെ ഉണ്ടായിരുന്നു. എന്ത് പോകുന്നു ചോദിച്ചു. എന്നിട്ട് വൈഫ് ജോലിക്ക് പോയി. പിന്നെ കാണുന്നത് വൈകിട്ടാണ് വൈഫ് വന്നത്. എന്നപ്പോൾ കഥ ഒന്നും തുറക്കുന്നില്ല, കഥ അറച്ചിരിക്കുന്നു. സുഹൃത്തുക്കളില്ലാത്ത സങ്കടം കുട്ടി എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരു ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഫ്രണ്ട്സൊന്നുമില്ല, സ്കൂൾ മാറ്റണം എന്ന് പറഞ്ഞു. 2 ദിവസം നമുക്ക് നോക്കാം, മാറ്റാമെന്ന് പറഞ്ഞു. ഈ ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട്, അതായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സ്കൂൾ മാറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് കുട്ടിക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ? ആദ്യം ഉണ്ടായിരുന്നു, മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടി 3 ദിവസം സ്കൂളിൽ പോയില്ലെന്ന് പറയുന്നത്. 3 ദിവസം 4 ദിവസം പോയില്ല. നമ്മളത് അറിഞ്ഞില്ലായിരുന്നു. രാവിലെ വൈഫ് പോകുമ്പോഴത്തെ കൊണ്ടാക്കും, ഇവിടുന്ന് ബസ് കയറ്റി വിടും. പക്ഷേ വൈഫ് അപ്പുറത്താണ് GR ജോലിക്ക് അവിടെ പോകും. അത് വൈകിട്ട് 3 ദിവസം കുട്ടി എവിടെ ഉണ്ടായിരുന്നു? തിരിച്ച് അതുവഴി കറങ്ങി നിറയെ പറ്റി വരും, വീട്ടിലിരിക്കുകയായിരുന്നു 3 ദിവസം. അപ്പം എത്ര ദിവസം ആ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, പുതിയ സ്കൂളിൽ? അതിനെപ്പറ്റി കറക്റ്റായിട്ട് ഓർമ്മ. എന്നാലും ഏകദേശം ഒരാഴ്ച വരെ പോയെന്ന് തോന്നുന്നു. ഒരാഴ്ചത്തോളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസ്മേറ്റ് ആയിട്ട് സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ലേ കുട്ടി? ഇല്ല. ഇങ്ങനെ നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്? ഇല്ല, ഒന്നും അറിയില്ല. ഇവിടെ അമ്മ ജോലിക്ക് പോകുന്ന ആളാണല്ലേ, സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നതാണ്. അപ്പം കുട്ടിയുടെ ഒരു സുഹൃത്ത് ഇതിനു മുമ്പ് മരണപ്പെട്ടതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതെറ്റനായിരിക്കുമോ? അറിയില്ല. ആ കുട്ടി മരിച്ചിട്ട് എത്രയാണ്? കറക്റ്റായിട്ട് അറിയില്ല. വീടിൻ്റെ തൊട്ടടുത്താണ് അമ്മ താമസിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് പ്രകാരം കുട്ടി എപ്പോഴും സ്കൂളിൽ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് ഇവിടത്തേക്ക് വരുന്നെന്ന് പറയുന്നു. അപ്പോൾ അമ്മ എപ്പോഴെങ്കിലും കുട്ടിയെ അങ്ങനെ കണ്ടു? അങ്ങനെ ഞാൻ പോയിട്ട് എന്ന് വെച്ചാൽ ഞാൻ തൊഴിലുറപ്പ് ജോലിക്ക് പോണതാണ്. അപ്പം പോയിട്ട് ചിലപ്പോൾ 4 മണി 4:30 മണിയൊക്കെ ആകും വരുമ്പോൾ. അപ്പോഴവർ സ്കൂളിൽ നിന്ന് അവളും അമ്മ ജോലിയും കഴിഞ്ഞ് ചിലപ്പം വരും, അല്ലെങ്കിൽ ഇവർ പിള്ളേർ പിടിച്ചിട്ട് വരും. ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അമ്മേൻ്റെ അടുത്ത് സംസാരിക്കാറില്ലേ പ്രതിഭ? പിള്ളേ നമ്മളങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ പിന്നെ കാണുമ്പോൾ സ്കൂളിൽ പോയില്ലേ എന്ന് ചോദിക്കുക, എടുക്കുകയൊക്കെ ചെയ്യും. അതിന് മറുപടി പറയാറുള്ളൂ. അവസാനമായിട്ട് എപ്പോഴാണ് കുട്ടീനെ കണ്ടത്? അവളെ ഞാൻ അന്ന് കണ്ടില്ല, കണ്ടതേ ഇല്ല. പ്രതിഭയുടെ അമ്മാവനാണ് ഇത്. ചേട്ടാ, എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള നിയമ നടപടികൾ? പോലീസ് രാവിലെ വിളിച്ചിരുന്നു, സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. 2 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തു, വീട്ടിൽ പോകാൻ പറഞ്ഞു. പോലീസുകാർ വരികയോ? ഇന്നലെ വന്നായിരുന്നല്ലോ. ഫോൺ ഉണ്ടായിരുന്നോ പ്രതിഭയ്ക്ക്? ഇല്ല, ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? അങ്ങനെയായിട്ടൊന്നുമില്ല. അവളെ നമ്മുടെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ചേച്ചി എന്താ പറയുന്നത്? ഇല്ല, അവൾ സ്കൂളിൽ പോകുന്നുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അന്നിൻ്റെ അന്ന് സംഭവത്തിൻ്റെ അന്ന് വഴക്ക് പറഞ്ഞിട്ടാണ് പിന്നെ അവൾ വീണ്ടും ജോലിക്ക് പോയത്. തിരിച്ച് പിന്നെ അവൾ പോയിട്ട് ഒരു 4 മണിക്ക് എന്തോ വന്നപ്പോഴത്തേക്കാണ് കഥയൊക്കെ എല്ലാം അടച്ചിട്ടുണ്ട്. സാധാരണ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. കഥ കൂട്ടിയിട്ട് പിന്നെ ഉണരണില്ല, കഥ ഉറക്കില്ല, അനക്കമില്ല. അങ്ങനെ കിടന്ന് അവൾ മോളെയും കൂട്ടിയപ്പോഴത്തേക്ക് ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നു, കഥ കുത്തി തുറന്നു. അതാണ് കണ്ടത്. ഒരാഴ്ച പോലും കൃത്യമായി പ്രതിഭ സ്കൂളിൽ തികച്ച് പോയിട്ടില്ല എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അതായത് ഒരാഴ്ച മാത്രം പോയ ഒരു സ്കൂളിൽ സുഹൃത്തുക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നിലവിൽ നമ്മൾക്ക് ഈ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് സുഹൃത്തുക്കളില്ലാത്തത് കൊണ്ട് അവർ പ്രതിഭ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ വിശ്വാസം. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് പൊരുത്തക്കേട്
ക്രമക്കേടുകളാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം സ്കൂൾ അധികൃതർ പറഞ്ഞ പ്രകാരം അവർക്ക് സ്കൂളിൽ സുഹൃത്തുക്കളില്ലാത്തൊരു വിഷാദമായിരുന്നില്ല, മറിച്ച് കുട്ടിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്, അതായത് ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു. ആ കുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക വിഷാദമാണ് കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാകുക എന്നാണ് ആ പ്രിൻസിപ്പലിൻ്റെ ഒരു ന്യായീകരണം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എപ്പോഴായിരുന്നു ആ ഉറ്റ സുഹൃത്ത് മരണപ്പെട്ടത് എന്ന ഒരു ചോദ്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ചോദ്യത്തിന് നമ്മൾക്ക് ഇവിടെ നിന്ന് ലഭിച്ച വിവരമെന്ന് പറയുന്നത് ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ 1 വർഷത്തോളമായിട്ട് ഇല്ലാത്ത പ്രശ്നം ഈ ഒരു പുതിയ സ്കൂളിൽ ചേർന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടിക്കുണ്ടായി എന്ന് പറയുമ്പോൾ അതിലുള്ള ചില സംശയങ്ങളുണ്ട്. അതുപോലെ തന്നെ 3 ദിവസത്തോളം കുട്ടി സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ളത് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് എല്ലാ ദിവസവും രാവിലെ കുട്ടിയെ പുറപ്പെടുവിച്ച് സ്കൂളിലേക്ക് പോകാനുള്ള ബസ് കയറ്റി വിട്ടതിന് ശേഷമാണ് കുട്ടിയുടെ അമ്മ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അതിനുശേഷം കുട്ടി സ്കൂളിലേക്ക് പോകാതെ തിരികെ വീട്ടിലേക്ക് തന്നെ വരികയായിരുന്നെന്നും 3ഓളം ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്നുമാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ നിന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി 3 ദിവസം സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ള വിവരം വീട്ടുകാർ പോലും അറിയുന്നത്. അതിൻ്റെ പേരിൽ കുട്ടിയെ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ ഈ 3 ദിവസം ഈ കുട്ടി ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വിവരം ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത വീട്ടിലൊക്കെ ആളുകളുണ്ട്, ആൾതാമസമുണ്ട്. അപ്പോൾ ആ വീട്ടിലുള്ള ആരും തന്നെ കുട്ടി 3ഓളം ദിവസം സ്കൂളിൽ പോകാതെ സ്വന്തം വീട്ടിലിരിക്കുകയായിരുന്നു എന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അവർ വിശ്വസിക്കുന്നത് പ്രകാരം സ്കൂളിൽ പോകാനുള്ള മടി കാരണം അല്ലെങ്കിൽ സങ്കടം കാരണം ഈ പറയുന്നത് പോലെ സ്കൂളിലേക്ക് ആണ് എന്ന് പറഞ്ഞിറങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ 3 ദിവസം കൃത്യമായി കുട്ടി എങ്ങനെയാണ് സ്കൂളിൽ പോകാതെ തിരികെ വന്നത്, എന്തായിരുന്നു യഥാർത്ഥത്തിൽ കുട്ടിക്കുണ്ടായിരുന്ന പ്രശ്നം എന്നത് പുറത്തു വരേണ്ടതുണ്ട്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം അവരും പറയുന്നത് കുട്ടി സങ്കടം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിലുണ്ടാകുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ഈ ഒരു കേസിൽ നിർണായകം. എന്തായാലും നിരവധി ദുരൂഹതകൾ അല്ലെങ്കിൽ നിരവധി സംശയങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്.